ലോകത്തെ പ്രമുഖ എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ അവകാശവാദത്തെ ചൊല്ലിയും ആണവ തർക്കങ്ങളെ ചൊല്ലിയും US-ഉം ഇറാനും തമ്മിൽ ആരംഭിച്ച പൂർണ്ണതോതിലുള്ള യുദ്ധം അതീവ അപകടകരമായ രീതിയിൽ അങ്ങനെ ഒരു തലത്തിലേക്കാണ് ഇത് മാറിയിരിക്കുന്നത് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കമുള്ളവ ഇപ്പോൾ പുറത്തു വരികയാണ്. തുടർച്ചയായ 11ാം ദിവസവും ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US സെൻട്രൽ കമാൻഡ് ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇതിനു പിന്നാലെ നദാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പിക്കാക്സ് മൗണ്ടൻ എന്ന അതീവ സുരക്ഷിതമായ ഭൂഗർഭ ആണവ കേന്ദ്രം അടിയന്തരമായി തകർക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ മധ്യപൂർവ്വേഷ്യൻ മേഖല ആകെ പുകയുന്ന സ്ഥിതിയാണ് ഉള്ളത്. ടെഹ്റാൻ, തബ്രിസ്, ചബഹാർ, അതുപോലെ തന്നെ കൊനാരാക് എന്നിവിടങ്ങളിലെ ഇറാന്റെ പ്രധാന ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷറിലും വൻ സ്ഫോടനങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്തത്. പിക്കാക്സ് മൗണ്ടൻ പ്രദേശത്ത് നമ്മൾ ഉടൻ തന്നെ കടുപ്പത്തിൽ ആക്രമണം നടത്തും, അത് തടയാൻ അവർക്ക് ഒന്നും ചെയ്യാനാകില്ല എന്ന് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അതിനെ സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും US-ന്റെയും സഖ്യരാഷ്ട്രങ്ങളുടെയും എല്ലാ താൽപര്യ കേന്ദ്രങ്ങളും തകർക്കുമെന്നും ഇറാന്റെ ഘാതം അൽ അൻബിയ സൈനിക കമാൻഡ് തിരിച്ചടിച്ചു. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടർന്ന് കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കിയിട്ടുമുണ്ട്. നദാൻസ് ആണവ സമുച്ചയത്തിന് 2 കിലോമീറ്റർ അകലെ 100 മീറ്ററിലധികം ആഴത്തിൽ മല തുറന്ന് നിർമ്മിച്ച ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ ഭൂഗർഭ ആണവ കേന്ദ്രമാണ് പിക് ആക്സ് മൗണ്ടൻ എന്നറിയപ്പെടുന്നത്. US-ന്റെ ഏറ്റവും ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിലേക്ക് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള പുതിയ സെൻട്രിഫ്യൂജുകൾ മാറ്റിയതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന് പുറമെ ചെങ്കടലിലെ ബബ് എൽ മദബ് കടലിടുക്ക് വഴി സൗദി അറേബ്യൻ കപ്പലുകൾ സഞ്ചരിക്കുന്നത് തടയുമെന്ന് യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൂതികൾ ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോയാൽ അവരെ വിടാതെ പിന്തുടർന്ന് നശിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ഏപ്രിലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ലോക വ്യാപാരത്തിന്റെ പ്രധാന എണ്ണക്കടത്തു പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയും US-ഉം ഇറാനും തമ്മിൽ വീണ്ടും യുദ്ധം പൂർണ്ണതോതിൽ ആളിപ്പടരുകയുമാണ്. കുവൈത്തിനും ബഹ്റൈനും നേർക്കുള്ള ഇറാന്റെ ആക്രമണങ്ങൾ കൂടുകയും കടുക്കുകയും ചെയ്യുന്നുണ്ട്. ബഹ്റൈനിൽ ഇന്ന് 6ാം തവണയും അപകട സൂചനാ സൈറണുകൾ മുഴങ്ങി. ജനങ്ങൾ പൂർണ്ണമായും ശാന്തരായിരിക്കണമെന്ന് ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സുരക്ഷിത സ്ഥലത്തിലേക്ക് മാറണമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങി കുടുങ്ങി ആവശ്യത്തിന് മിസൈലും ആയുധങ്ങളും ഇല്ല എന്ന പെന്റഗന്റെ മുന്നറിയിപ്പ്. ട്രംപിനെ കൈവിട്ട ജനം എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ശക്തമായി അപലപിച്ച UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ UAE-യും ഖത്തറും ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ സഹോദര രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലെയുള്ള നഗ്നമായ ലംഘനമാണെന്നും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് UAE പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. സ്വന്തം രാജ്യങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി ഈ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും UAE-യുടെ പൂർണ്ണ ഐക്യദാർഢ്യം ഉണ്ടാകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇറാന്റെ നടപടി അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റവും അതിർത്തികളുടെ സുരക്ഷയ്ക്കുള്ള ഭീഷണിയുമാണ് എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആഗോള ഊർജ വിതരണത്തിനും സമുദ്ര സഞ്ചാരത്തിനും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെ, ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഖത്തർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.